കയറിയിടുന്ന നടപ്പന്തലിൽ സൈഡിലായിട്ട് ഹോട്ടലുകളുണ്ട്. വലിയ അയ്യപ്പന്മാർക്ക് ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള LED വാളുകൾ നടപ്പന്തലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൃശ്ചിക സംക്രമ ദിവസമായ നവംബർ 16-ന് ഭഗവാന്റെ തിരുനട തുറക്കും. മണ്ഡലപൂജയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ തിരുനട തുറക്കും. തുടർന്ന് അയ്യപ്പന്മാരുടെ കടന്നുവരവാണ്. ഭഗവാനെ വ്രതശുദ്ധിയോടെ പ്രാർത്ഥിച്ച് ഇരുമുടിക്കെട്ടും കെട്ടി ശരണം വിളിച്ച് 18-ാം പടി കയറി ഭഗവാനെ കാണാനെത്തുന്ന അയ്യപ്പന്മാരുടെ തിരക്കുകളാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് മുന്നിൽ കാണുന്ന ഇതാണ് ദേവസ്വം എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസ്. ഇവിടെ വെച്ചാണ് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് മുന്നിൽ ഭഗവാന് നടയിരുത്താൻ കൊണ്ടുവന്ന, വർഷങ്ങൾക്ക് മുന്നേ കൊണ്ടുവന്ന ഒരാടുണ്ട്. വയ്യെന്ന് തോന്നുന്നു. പക്ഷേ ഭഗവാന്റെ കാരുണ്യത്തിൽ ഇവിടെ ഓരോ വർഷവും നമുക്ക് വരുമ്പോൾ അവനെ കാണാൻ കഴിയാറുണ്ട്. നടപ്പന്തലിന് ചേർന്ന് തന്നെയാണ് ധനലക്ഷ്മി ബാങ്കിൻ്റെയും SBIയുടെയും ATMകൾ പ്രവർത്തിക്കുന്നത്. നേരെ മുന്നിൽ കാണുന്നത് നടപ്പന്തലിൽ നേരെ മുന്നിൽ കാണുന്ന ഇത് ഈ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ രൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ള വേദി. മണ്ഡല മകരവിളക്ക് പൂജ സമയങ്ങളിലെ പ്രോഗ്രാമുകൾ നടക്കുന്ന ഇടം. ഈ കാണുന്ന നടപ്പന്തൽ വഴി അയ്യപ്പന്മാർ കടന്നു വന്ന പടികൾ കയറി 18-ാം പടിയിലെ മുന്നിലേക്കുള്ള വഴിയാണിത്. പതിനെട്ടാം പടിക്ക് മുന്നിൽ അരയാല് സ്ഥിതി ചെയ്യുന്നു. പതിനെട്ടാം പടിക്ക് ഇരുവശത്തുമായിട്ട് വലിയ കടുത്ത സ്വാമിയും കറുപ്പ് സ്വാമിയും നിൽക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും സൈഡിലായിട്ടാണ് പടിത്തേങ്ങ അയ്യപ്പന്മാർ ഉടയ്ക്കുന്നത്. ഭഗവാന്റെ 41 ദിവസത്തെ വ്രതത്തിന് ശേഷം അയ്യപ്പന്മാർ
ഇരുമുടിയും കെട്ടി ശരണം വിളിച്ച് 18 മാമലകൾക്ക് നിദാനമായ 18 പടികൾ കയറിയാണ് ഇതുവഴി ദർശനത്തിനായി ഓരോ അയ്യപ്പന്മാരും എത്തുന്നത്. ശരണമയ്യപ്പ എന്ന് 18-ാം പടിക്ക് ഇരുവശങ്ങളിലും എഴുതി ചേർത്തിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട്. വലിയ കടുത്ത സ്വാമിക്ക് പിറകിലായി ശരണമയ്യപ്പ എന്ന മലയാള വാക്കും, കറുപ്പ് സ്വാമിക്ക് പിന്നിലായി ഇംഗ്ലീഷിൽ ശരണമയ്യപ്പ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നെയ്ത്തേങ്ങ അഴിയിലേക്കിടുന്ന സ്ഥലം. അഴി നമുക്ക് മുന്നിൽ കാണുന്ന ഇതാണ് അഴി. ഈ കാണുന്നത് ഭഗവാന്റെ പ്രസാദമായ അരവണയും അപ്പവും നൽകുന്ന കൗണ്ടർ. തൊട്ടപ്പുറത്തായി വാവൂര് സ്വാമിയുടെ നടയും. ശബരിമലയിലെ വിശേഷങ്ങൾ ഓരോന്നും നമുക്ക് കണ്ടുവരാം. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ ശബരിമലയിലെ വിശേഷങ്ങളുമായി ഞങ്ങളെത്തും. സ്വാമി ശരണമയ്യപ്പ.